എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നീറ്റ് 2024 എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നീറ്റ് അതായത് ഈ ഒരു exams.nta.ac.in/neet എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ അക്ഷയ വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് നൽകണം. അപ്പോൾ ഈ ഒരു നീറ്റ് വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നത് വിവിധ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ MBBS BDS പോലുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അതായത് ഈ ഒരു BA-MS അതുപോലെ BU-MS BS-MS ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ഈ ഒരു നീറ്റ് വഴിയാണ് പ്രവേശനം നടത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സുകൾക്ക് പ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഏകദേശം മാർച്ച് 9 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ മെയ് 5 ആണ്, അതായത് ഞായറാഴ്ചയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുക. അതായത് 5/5/2024 ഞായറാഴ്ചയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ പെൻ ആൻഡ് പേപ്പർ മോഡിലാണ്. അതുപോലെ തന്നെ 13 ലാംഗ്വേജസിലാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അതായത് 13 ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ അതിൽ മലയാളവും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് MNS അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് പ്രവേശനം നേടുന്നതിനും ഈ ഒരു നീറ്റ് വഴിയാണ് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അതായത് MBBS BDS ഇതുപോലുള്ള കോഴ്സുകളിലേക്കും പ്രവേശനം നേടണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സും ഈ ഒരു അതായത് ഈ ഒരു നീറ്റ് വഴിയാണ് പ്രവേശനം നടത്തപ്പെടുക. അതായത് ഈ ഒരു ആംഡ് ഫോഴ്സസിലേക്ക് അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിലെ BSc നഴ്സിംഗ് ആ ഒരു കോഴ്സിലേക്ക് പ്രവേശനം നടത്തപ്പെടുന്നത് ഈ ഒരു നീറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ്. അതായത് നീറ്റിൽ നിങ്ങൾ ക്വാളിഫൈ ആയാലാണ് നിങ്ങൾക്ക് ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ക്രോളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വേണമെങ്കിൽ ഇവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനുള്ള സ്റ്റെപ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഓൺലൈൻ രജിസ്ട്രേഷനാണ്, പിന്നീട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ അതായത് ഈ ഒരു പേജിൽ ആ ഒരു ഡീറ്റെയിൽസ് നൽകി ലോഗിൻ ചെയ്യേണ്ടത്. അല്ലാതെ വിദ്യാർത്ഥികൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇംഗ്ലീഷിലും അതുപോലെ ഹിന്ദിയിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1700 രൂപയും അതുപോലെ തന്നെ ജനറൽ EWS OBC NCL വിഭാഗക്കാർക്ക് 1600 രൂപയും SC ST അതുപോലെ തന്നെ PWBD അതുപോലെ തേർഡ് ജെൻഡർ ഇങ്ങനെയുള്ളവർക്ക് 1000 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെ രജിസ്ട്രേഷൻ ഫോമിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് അതുപോലെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പാസ്വേഡ്. അപ്പോൾ ആ ഒരു പാസ്വേഡിൻ്റെയും അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോയുടെ ആ ഒരു സൈസ് അതുപോലെ സിഗ്നേച്ചർ അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് 80% ക്ലിയറായിട്ട് വിസിബിൾ ആയിരിക്കണം എന്നിങ്ങനെയുള്ള അതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം അതുപോലുള്ള നിർദ്ദേശങ്ങളും അതുപോലെ സിഗ്നേച്ചർ അതുപോലെ തന്നെ PWD സർട്ടിഫിക്കറ്റ് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിങ്ങനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ ഇത് സംബന്ധിച്ച് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വായിച്ച് മനസ്സിലാക്കുക. അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദ വീഡിയോ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ലഭിക്കുന്നതാണ്. അതായത് പിന്നീട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ MBBS അതുപോലെ തന്നെ BDS അതുപോലെ തന്നെ ഹോമിയോപ്പതി അതുപോലെ ആയുർവേദ സിദ്ധ യുനാനി ഇതുപോലുള്ള കോഴ്സുകളിലേക്കൊക്കെയുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു
നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതിയിരിക്കണം. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ +2 അതായത് സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു മാർക്ക് മാത്രമാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. അതായത് +1ൻ്റെ മാർക്ക് കൂട്ടില്ല, +2ൻ്റെ മാർക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് ടോട്ടലായിട്ട് ഏകദേശം 50% മാർക്കാണ് വേണ്ടത്. OBC അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് 40% മാർക്കാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് പരീക്ഷ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.